ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അനിയും നന്ദുവും ഗ്രൗണ്ടിലൂടെ നടക്കാൻ പോകുന്നതാണ്. നന്ദുവിനെ കാണുമ്പോഴും അനി ചുറ്റിനും നോക്കുന്നുണ്ട്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്താ അനി ഇങ്ങനെ ചുറ്റിനും നോക്കുന്നത്? അല്ല, ആ സച്ചിനെങ്ങാനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കിയെന്നേ ഉള്ളൂ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഓ അതെന്തായാലും ശരിയാ, അയാൾ എൻ്റെ ചുറ്റിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ വേണ്ടി എൻ്റെ പുറകെ തന്നെ നടക്കുക. ഞാനും നീയും തമ്മിൽ കണ്ട അത് അപ്പം തന്നെ വീട്ടിൽ വിളിച്ച് പറയും. അപ്പോൾ കല്യാണ കാര്യങ്ങളും നിശ്ചയങ്ങളും ഒക്കെ എടുപിടിന്ന് നടക്കുമല്ലോ, അതാണ് അയാളുടെ ഉദ്ദേശം. അനി പറയുന്നുണ്ട്, അത് ശരിയാ, അയാള് നല്ല കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനാ. എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് ഞാനും നീയും തമ്മിൽ ഒന്നിച്ച് കറങ്ങുവന്നൊക്കെ കാര്യങ്ങളും ഒക്കെ വീട്ടിൽ അറിയിക്കാന്നുള്ള ഇപ്പം അയാളുടെ ഒരു സ്ഥിരം പരിപാടിയായി തീർന്നേക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ അയാളുടെ അച്ഛനെ അമ്മയും കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ വന്ന് നിശ്ചയം ഉറപ്പിക്കത്തില്ലല്ലോ. അയാൾ അത്ര ശരിയല്ല. അയാൾ എന്തൊക്കെയോ മറക്കുന്നത് പോലെ, എടുപിടി നീ കല്യാണം നടത്താൻ അയാൾ എന്തോ ധൃതി കൂട്ടുന്നത് പോലെ. അപ്പോൾ അനി പറയുന്നുണ്ട്, ശരിക്കും അയാൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്കറിയത്തില്ല നീ. അയാൾ പറയുന്നത് 32 എന്നൊക്കെയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ കാണുമെന്ന്. ഒരു 10-36 വയസ്സെങ്കിലും കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയാളെ കണ്ടാൽ തന്നെ തോന്നുകയും ചെയ്യും. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ ആളെ കണ്ടൊന്നും നമുക്ക് പ്രായം നിശ്ചയിക്കാൻ പറ്റില്ലടോ. ഇപ്പോൾ ചെറുപ്പക്കാരെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ നല്ല പ്രായമുണ്ടെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ പ്രായം അധികം കാണത്തുമില്ല. ആഹാ, നീ എന്താ അനി ഇപ്പം അയാളെ നീ സപ്പോർട്ട് ചെയ്യുവാണോ? ഓ അങ്ങനൊന്നും അല്ല നന്ദു, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും അയാളെപ്പറ്റി നമുക്ക് നന്നായി ഒന്ന് അന്വേഷിക്കണം. എവിടെ നിന്ന് തുടങ്ങണമെന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്നൊരു രാത്രി കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നാളെ നേരം വെളുത്ത എൻ്റെ നിശ്ചയമാ. അയാൾ എൻ്റെ വിരലിൽ മോതിരം ഇടുക എന്ന് പറഞ്ഞ് എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അത് സാരമില്ല നന്ദു, മോതിരം ഇടയിലല്ലേ ഉള്ളൂ, അല്ലാതെ വിവാഹമൊന്നും അല്ലല്ലോ. നിനക്ക് അതിനെപ്പറ്റി അറിയില്ല നന്ദു. നിനക്ക് പകരം വേറൊരാൾ എൻ്റെ വിരലിൽ മോതിരം ഇടുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അത് സഹിക്കാൻ പോലും പറ്റില്ല അനി പറയുന്നുണ്ട്. നീ വിഷമിക്കാതെ നന്ദു, നമുക്കത് ഇന്ന് രാത്രി തന്നെ പൊളിച്ചെടുക്കാം. അത് മാത്രമല്ല അനി, ഞാൻ അതിനിടയ്ക്ക് ഒരു ജോത്സ്യനെ കാണാൻ പോയിരുന്നു. ആഹാ, അതൊക്കെ നീ നടത്തിയോ? എന്നിട്ട് തന്നെ നീ എന്നെ വിളിക്കാഞ്ഞത്? എന്നിട്ട് വേണം ജോത്സ്യൻ അമ്മ വരുമ്പം എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെയാണെ നീ ചോദിച്ച കാര്യങ്ങളൊക്കെ പൂജാരി അമ്മ വരുമ്പം അവരോട് പറഞ്ഞു കൊടുക്കുകയല്ലേ? അതമ്മ ചോദിച്ചാലല്ലേ പറയുള്ളൂ, അല്ലാതൊന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കില്ല. അതെന്തെങ്കിലും വേട്ടെ. നീ ചെന്നപ്പോൾ പൂജാരി എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞത്? എൻ്റെയും അയാളുടെയും ജാതകം തമ്മിൽ ഒരു ചേർച്ചയില്ലാത്തതാണ്, കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ജാതകമാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് നിന്റെ വാഴക്കല്യാണം നടത്തിയില്ലേ, അതുപോലെ അമ്മ എന്തോ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അനി പറയുന്നുണ്ട്, ഇങ്ങനെ കൂടാത്തത് കൂട്ടിച്ചേർത്തിട്ട് വേണം അവസാനം എൻ്റെ പോലെയാവാൻ നിൻ്റെ അവസ്ഥ. ആ അവസ്ഥ എനിക്കുണ്ടാകാതിരിക്കാനാണ് ഈ കല്യാണം നിശ്ചയം മുടക്കണമെന്ന് ഞാൻ ഈ പറയുന്നത്. അക്കാര്യമേ വിട്ടു. നമുക്കെന്തായാലും ആ വിഘ്നേഷിനെയും രാജേഷിനെയും കൂടെ വിളിക്കാം. അവന്മാരുടെ ഒരു കൂട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു സഹായമാകും. അത് ശരിയാ നന്ദു, നമുക്ക് അവന്മാരെയും കൂടെ വിളിക്കാം എന്നും പറഞ്ഞ് അനി വിഘ്നേഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി വിഘ്നേഷിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്താണ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ നവീൻ വക്കീൽ നടന്നു വരുന്നുണ്ട് കേട്ടോ. വക്കീൽ വരുന്ന വഴി തന്നെ നന്ദുവിനെയും അനിയും കാണുന്നുണ്ട്. അവരെ കണ്ടപാട് നവീൻ പറയുന്നുണ്ട്, ആഹാ, ഇത് നന്ദു അനിയാണല്ലോ, എന്തായാലും കാണേണ്ടവരെ തന്നെയാണ് കണ്ടത് എന്നും പറഞ്ഞ് നന്ദുവിൻ്റെ അരികിലേക്ക് നവീൻ നടന്നു വരുന്നുണ്ട്. ഹലോ, ഹായ് നന്ദു. അങ്ങനെ നവീൻ്റെ ശബ്ദം കേട്ട് നന്ദുവും അനിയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹായ് നവീനേട്ടൻ. അനി, ഹായ് നവീൻ. എന്താ നടക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? നവീൻ പറയുന്നുണ്ട്, അതെ, നിങ്ങളും നടക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഇത് കേട്ട് നന്ദു ചെറുതായിട്ടൊന്ന് ചമ്മിയിട്ട്, അത് നവീനേട്ട, ഞങ്ങൾ മതി മനസ്സിലായി, 2 ഇണക്കൊരുവികളും കൂടെ സംസാരിക്കാനായിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ? അപ്പോൾ അനി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് ഇറങ്ങിയതാ. എനിക്ക് അപ്പോഴേ മനസ്സിലായി, എന്തായാലും ഞാനൊരു വക്കീലല്ലേ അനി. അപ്പം നവീൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് ചോദിക്കാതെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ വെറുതെ സമയം കളയുന്നു. എന്താ നവീനേട്ടാ, എന്താ? വേറൊന്നുമല്ല നന്ദു, 2 ദിവസം മുമ്പ് നവി എന്നെ വിളിച്ചിരുന്നു. അത് നാളെ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയം ക്ഷണിക്കാനായിട്ടാണ് വിളിച്ചത്.
നവി വിളിച്ചപ്പോൾ ഞാൻ കരുതിയത് നന്ദുവും അനിയുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണെന്നാണ്. പക്ഷേ പിന്നീട് നയനയും ആദർശേട്ടനെയും കണ്ടപ്പോഴാണ് മനസ്സിലായത് നന്ദുവിൻ്റെ അതേ ഫീൽഡിൽ തന്നെയുള്ള വേറൊരു ആളുമായിട്ടാണ് നന്ദുവിൻ്റെ നിശ്ചയം നടക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ട് നന്ദു പറയുന്നുണ്ട്, അത് ശരിയാ നവീനേട്ടാ, ഞാൻ ഒരുപാട് പറഞ്ഞു എനിക്ക് അയാളെ ഇഷ്ടമില്ല, പക്ഷേ അയാൾ എൻ്റെ അച്ഛനും അമ്മയും വല്ലാതെ സ്വാധീനിച്ചു. ഇന്നലെ തന്നെ ഈ വിവാഹത്തിന് ഒട്ടും ഇഷ്ടമില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോഴാണ് അമ്മ തൂങ്ങിച്ചാകാനൊക്കെ ഒരുങ്ങിയത്. ഇനിയും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞെന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മുന്നേ തന്നെ എൻ്റെ മണിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി ആദിശേട്ടനും നയനേച്ചിയും കൊണ്ട് വീട്ടിലേക്ക് വന്നതാ. അതിന് മുന്നേ തന്നെ അവരവിടെ എത്തിയപ്പോഴാണ് അമ്മ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നതും ഈ രംഗങ്ങളൊക്കെ കാണുന്നത്. അല്ല, അതിനെന്താ ഈ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിതകാലം മൊത്തം കഴിയുന്നതല്ലേ ജീവിതത്തിനൊരു സന്തോഷം സമാധാനം ഉണ്ടാവുള്ളൂ. കേസും കാര്യങ്ങളും ഒക്കെ തീർന്നില്ലേ? ഇനിയിപ്പോൾ അനിയുടെ നന്ദുവിൻ്റെ വിവാഹകാര്യത്തെപ്പറ്റി ആലോചിക്കുന്നതിന് എന്താണ് തെറ്റ്? ഇനി അനിയുടെ രണ്ടാം വിവാഹം ആയതുകൊണ്ടാണോ നന്ദുവിൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തത്? അതുമാത്രമല്ല നവീനേട്ടാ, പിന്നെ അനിയുടെ അമ്മയ്ക്കും ഈ വിവാഹത്തിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. ആഹാ, അത് കൊള്ളാലോ. അനിയുടെ അമ്മയ്ക്കും ഈ വിവാഹത്തിനോട് താല്പര്യമില്ലേ? ഇല്ല നവീനേട്ടാ, ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങളെന്ത് ഇതെന്നോട് നേരത്തെ പറയാഞ്ഞത്? അത് പിന്നെ നവീനേട്ടൻ ഓൾറെഡി തന്നെ കേസിൻ്റെ കാര്യമായിട്ട് നല്ല തിരക്കല്ലായിരുന്നു. ഒരു സമാധാനവും ഇല്ലാതെ ജയിക്കോ തോക്കോ ഒന്നും അറിയാതെ അതിൻ്റെ പുറകെ തന്നെയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഏട്ടനോട് ഇക്കാര്യം പറയാഞ്ഞത്. അപ്പം നവീൻ പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് എന്നോട് ഇതെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അതൊക്കെ പോട്ടെ, ഈ സച്ചിദാനന്ദൻ ആളെങ്ങനെയാ? അപ്പം നന്ദു പറയുന്നുണ്ട്, അയാൾ ആകപ്പാടി ഒരു 6 ബോറനോ നവീനേട്ടാ. ബോറനോ എന്ന് വെച്ചാൽ അത് ഒരു ഇരട്ടത്താപ്പുകാരൻ. അയാൾ പക്കാ ഫ്രോഡാ. എന്തായാലും നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല അയാൾ എന്നെ വിവാഹം ആലോചിച്ച് നടക്കുന്നത്, അതെനിക്ക് ഉറപ്പാണ്. അപ്പം നവീൻ പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ CI സച്ചിദാനന്ദൻ ഒരു ഫ്രോഡാണെന്നാണ്. ഓഹോ, അപ്പോൾ നന്ദുവിന് ഇതേപോലെ ഒരു ഫ്രോഡിനെ വിവാഹം ചെയ്ത് ലൈഫ് സ്പോയിൽ ചെയ്യാനാണോ താല്പര്യം? ഒരിക്കലും ഇല്ല നവീനേട്ടാ, എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. എനിക്ക് അനിയുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. നവീൻ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്കും അയാൾ പക്ക ഫ്രോഡാണെന്ന് പറയുന്ന സ്ഥിതിക്കും ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റുള്ളല്ലോ. അതെ നവീനേട്ടാ, ഈ നിശ്ചയം നാളെ നടക്കാൻ പാടില്ല. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും അനിയും കൂടി ഇവിടേക്ക് വന്നത്. എന്തായാലും അനന്തപുരിയിലെ ആ കേസ് ജയിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് നിങ്ങൾ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, ഈ പറയുന്ന CIക്ക് എത്ര വയസ്സ് കാണും? നന്ദു പറയുന്നുണ്ട്, ഒരു 36 വയസ്സെങ്കിലും കാണും. 36 വയസ്സോ? നന്ദു, നിനക്ക് എന്താ കുഴപ്പം? ഇത്രയും പ്രായമുള്ള ഒരാളെയാണോ വിവാഹം കഴിക്കാനായിട്ട് നിൻ്റെ വീട്ടുകാർ കണ്ടുപിടിച്ചത്? അത് പിന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും അയാൾ പറഞ്ഞേക്കുന്നത് 32 വയസ്സെന്നാ. ആഹാ, ഇതൊരു കേസിനുള്ള വകുപ്പുണ്ടല്ലോ. പ്രായം കൂടുതലുള്ളയാൾ പ്രായം കുറച്ച് കാണിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെ കെട്ടാൻ പോകുന്നു. എന്തായാലും ഇയാളെ പൂട്ടാനുള്ള ചില വഴികളൊക്കെ എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്നൊരു ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എന്തായാലും ഇയാൾ ഇതിനു മുമ്പ് നിന്ന സ്റ്റേഷൻ ഏതാന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അവിടെ നിന്നായിരിക്കണം നമ്മുടെ ആദ്യത്തെ അന്വേഷണം. അവിടെ ചെന്ന് ആ സ്റ്റേഷന് ചുറ്റും പരിസരത്തുമുള്ളവരോടൊക്കെ അന്വേഷിച്ച് നോക്കണം ഇയാളെപ്പറ്റി. അവിടെ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ല എങ്കിൽ അതിനു മുമ്പ് നിന്ന സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ നമുക്ക് എവിടെ ചെല്ലുന്നത് വരെയാണോ തെളിവ് കിട്ടുന്നത് അതുവരെ നമ്മൾ മുമ്പോട്ട് പോകണം. നിങ്ങൾ പോകുന്ന ഓരോ അപ്ഡേഷനും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്കൊരു തെളിവ് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ആദർശേട്ടനും നയനയെടുത്തിയും എല്ലാവരും തന്നെ വിശ്വസിക്കാൻ പാകത്തിന് ഒരു തെളിവ് വേണം. എങ്കിൽ മാത്രമേ ഈ നിശ്ചയം നാളെ നിർത്താൻ പറ്റൂ. അപ്പോൾ സമയം കളയണ്ട, രണ്ടുപേരും അന്വേഷിച്ചിറങ്ങിക്കോ. ശരി നവീനേട്ടാ, എന്തായാലും ഞങ്ങളിപ്പോൾ തന്നെ പോയേക്കാം. വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി അപ്പം തന്നെ ഇറങ്ങിയേക്കാം എന്നും പറഞ്ഞ് നന്ദുവും അനിയും നവീനും അവിടെ നിന്ന് പിരിയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം നന്ദു അനിയെ വിളിക്കുന്നുണ്ട്. അനിയോട് പറയുന്നുണ്ട്, എന്തായാലും നമ്മളൊരു വഴിക്ക് പോവല്ലേ, നമുക്ക് വിഘ്നേഷിനെയും രാജേഷിനെയും കൂടെ കൂട്ടാം. അവന്മാരും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരാതിരിക്കില്ല. അത് ശരിയാ, നല്ല കാര്യം തന്നെയാണ്, നമുക്ക് അവരെയും കൂടെ കൂട്ടാം എന്നിങ്ങനെ അനിയും പറയുന്നുണ്ട്.
അങ്ങനെ ഫോൺ കട്ടായതിനു ശേഷം അനി വിഘ്നേഷിനെ വിളിച്ചിട്ട് പോകാനായിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 4 പേരും കൂടെ സ്ഥിരമായി കാണാറുള്ള ആ സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട്. അവിടെ വെച്ച് അനി പ്ലാനിങ് എല്ലാം വിഘ്നേഷിനും രാജേഷിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂടി ആദ്യം ഇതിനു മുമ്പ് നിന്ന സ്റ്റേഷനിലേക്ക് അന്വേഷണവുമായി പോകുന്നുണ്ട്. ആ സ്റ്റേഷൻ്റെ പരിസരത്ത് എത്തുമ്പോൾ തന്നെ അവിടെ ഒരു ചായക്കട കാണുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്തായാലും സ്റ്റേഷനിൽ കയറി അന്വേഷിക്കുന്നത് നല്ലതിനല്ല. കാരണം ആ സിഐക്ക് കൂറുള്ള ആരെങ്കിലും ആ സ്റ്റേഷനിൽ ഇല്ലാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുള്ളിയെപ്പറ്റി അന്വേഷിക്കുന്ന വിവരം ഉടനെ തന്നെ ആ സിഐയുടെ ചെവിയിലെത്തും. അങ്ങനെയാണ് നമുക്കൊരു തെളിവും കിട്ടില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ ചായക്കടയിൽ അന്വേഷിക്കാം. വിഘ്നേഷും രാജേഷും ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളും കിട്ടുന്ന കാര്യങ്ങളുമൊക്കെ വീഡിയോ എടുത്തിരിക്കണം എന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയതിന് ശേഷം നന്ദുവും അനിയും കൂടി ആ ചായക്കടയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് 2 പേരും ഓരോ ചായ വാങ്ങി കുടിക്കുന്നുണ്ട്. അതിനുശേഷം ആ ചായക്കടക്കാരനോട് ഇവിടെ നിന്ന് സിഐ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആദ്യം പുള്ളിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നെങ്കിലും നന്ദു പോലീസാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, എനിക്കിതിനെപ്പറ്റി മുഴുവനായി ഒന്നും അറിയില്ല, പക്ഷേ എൻ്റെ അവനെ നന്നായി അറിയാം, ഞാൻ അവനെ വിളിക്കാം എന്നും പറഞ്ഞ് മധു എന്നും പറഞ്ഞ് ആ ചായക്കടക്കാരനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മധു അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ചായക്കടയിലെ പുള്ളി പറയുന്നുണ്ട്, ഈ സാർമാർക്ക് നീ അന്ന് നടന്ന ആ സിഐ സാറിൻ്റെ കാര്യത്തെപ്പറ്റി എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം മധു പറയുന്നുണ്ട്, അയാൾ ഒരുപാട് തവണ പുറകെ നടന്നിട്ടാണ് ആ പെൺകുട്ടിയെ വളച്ചത്. ആദ്യമൊക്കെ ആ കുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ് ആ കുട്ടിയുടെ മനസ്സ് മാറ്റി. അതിനുശേഷം വിവാഹമെല്ലാം ഉറപ്പിച്ചതിന് ശേഷം അയാൾ ആ പെൺകുട്ടിയെ ചതിച്ചു. അതിലൂടെ ആ പെൺകുട്ടി ഗർഭിണിയായി, ഒരു കുഞ്ഞും ഉണ്ടായി. അതിനുശേഷം ഇയാളുടെ അരികിലേക്ക് വരുമ്പോൾ ഇയാൾ അവരെ ആട്ടിപ്പായിച്ചു. പലതവണ പലയിടത്തും കേസ് കൊടുക്കാനൊക്കെ പോയി. ഇയാളുടെ പിടിപാട് കാരണം ഒരാളും കേസ് ഏറ്റെടുത്തില്ല. ആ കുഞ്ഞുണ്ടായതോടുകൂടി ആ പെൺകുട്ടിക്ക് ആകെ സമനില തെറ്റിയതുപോലായി. ആ ഒരു കുഞ്ഞിനെയും ആ മകളെയും ആ അമ്മ മാത്രമാണ് നോക്കുന്നത്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അവരുടെ വീട് എവിടെയാണെന്ന് അറിയാമോ? എനിക്കറിയാം, ഇവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങളെ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമോ? അങ്ങനെ മധു ഇവരെ 2 പേരെയും കൂടി ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് അവിടുത്തെ അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അമ്മ എതിർത്ത് മാറി നിന്നുവെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ പറ്റി എല്ലാം. ഈ സമയത്ത് ഇതെല്ലാം വിഘ്നേഷും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ അമ്മ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞാൽ അയാൾ ഞങ്ങളെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എനിക്കും എൻ്റെ മകൾക്കും ഇനി ആരുമില്ല. അപ്പം നന്ദു പറയുന്നുണ്ട്, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഈ തെളിവുകളൊക്കെ നാളെ അവരെ കാണിച്ചാൽ മാത്രമേ എനിക്ക് ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ്. അമ്മയുടെ മകളെ പോലൊരു മകളല്ലേ ഞാനും. എനിക്ക് ഈ അവസ്ഥ ഇവനെ പോലുള്ള ഒരു ആളുടെ കൂടെ ജീവിതകാലം മൊത്തവും ഞാൻ എങ്ങനെ ജീവിക്കും? അതുമാത്രമല്ല, ഇനി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു പെൺകുട്ടിയെയും അയാൾ ചതിക്കാൻ പാടില്ല. അതിനുള്ള മരുന്ന് ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, മോൾ എന്ത് പറഞ്ഞാലും ഇതെവിടെ വേണമെങ്കിലും വന്ന് ഞാൻ പറയാം. ഇനി അവൻ കാരണം ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിക്കാൻ പാടില്ല. എൻ്റെ മകൾക്ക് വന്ന ഗതി ഇനി ഒരു പെൺകുട്ടിക്കും വരാൻ പാടില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നന്ദു വിളിച്ച് നവീൻ വക്കീലിനോട് പറയുന്നുണ്ട്. വക്കീൽ എല്ലാം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, എല്ലാം ഓക്കെ അല്ലേ, നാളത്തേക്കിനുള്ള തെളിവെല്ലാം ഓക്കെ ആണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ തെളിവ് എന്തിനാണോ, ഇത് മതി, താന് ആ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ, ഇനി ധൈര്യമായിട്ട് അതും കൊണ്ട് ഇങ്ങ് പോരെ. ഇനി അയാളെ കൊടുക്കാനുള്ള ബാക്കി കുടുക്കുകളൊക്കെ ഞാൻ റെഡിയാക്കി തരാം. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ ഇവിടുന്ന് നേരെ പോയി അയാളെ അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ? അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അത് വേണ്ട നന്ദു, അത് ശരിയാവില്ല. നാളെ അയാളുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ റെഡിയായിട്ട് വരുമല്ലോ തൻ്റെ കയ്യിൽ മോതിരം ഇടാനായിട്ട്. ആ സമയത്ത് നമുക്ക് അയാളെ പൊക്കിയാൽ മതി. അതാ കറക്റ്റ് ടൈമിങ്. ഇനി ഒരു പെൺകുട്ടിയും ചതിക്കാൻ അയാൾക്ക് തോന്നരുത്. അതിന് പറ്റിയ രീതിക്ക് വേണം അയാളെ നാണം കെടുത്താൻ. ഇയാളുടെ കാര്യങ്ങളെല്ലാം അനന്തപുരിയിലുള്ളവരും നന്ദുവിൻ്റെ വീട്ടിലുള്ളവരും അതുപോലെ തന്നെ അയാളുടെ ഫാമിലിയും അറിയണം. അതുകൊണ്ട് നാളെ നിശ്ചയത്തിന് അയാൾ വരുമല്ലോ എല്ലാവരുടെയും കൂടെ. ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നും പറഞ്ഞ് നവീൻ ഫോൺ വെക്കുന്നുണ്ട്. നന്ദുവും അനിയും വിഘ്നേഷും രാജേഷും തിരികെ
അവരവരുടെ വീടുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് നന്ദാവനത്തിലാണെങ്കിൽ നിങ്ങൾ കല്യാണ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത്രയും നേരം എല്ലാം കണ്ട് മൂഡ് ഔട്ടായിട്ട് ഒന്നിനും താല്പര്യമില്ലാതിരുന്ന നന്ദു പിന്നീട് വരുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ വരുന്നത്. എന്തായാലും CA പൂട്ടാനുള്ള താക്കോല് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നന്ദു തിരികെ വീട്ടിലേക്ക് എത്തുന്നത്.